ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ട്രേഡ് പ്ലാൻസ്. അതായത് ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൽ കൂടുതലും വീക്കിലി പൊസിഷൻസ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾറെഡി ഞാനിവിടെ കുറച്ച് പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡ്സ് എടുക്കാനുള്ള റീസൺസും ഇതിൻ്റെ കുറച്ച് അപ്ഡേഷൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ഒരു അനാലിസിസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ കൂടുതലും ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഞാനിത് ഈ ട്രേഡ് ഇന്നലെ ഓപ്പൺ ചെയ്ത ട്രേഡിന് ശേഷം ഇന്നലെ മാർക്കറ്റ് 47,000 ഇന്നലത്തെ ക്ലോസിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഈ ഒരു 47 ഈ ഒരു ഏരിയയിൽ നിന്ന സമയത്ത് ഞാനെടുത്ത ട്രേഡ്സാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന റേഞ്ച് ഏകദേശം സൈഡിലേക്കാണെങ്കിൽ ഒരു 49,000 അതേപോലെ തന്നെ ഡൗൺ ആണെങ്കിൽ ഏകദേശം ഈ ഒരു 47,000 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചായിരുന്നു ഞാൻ ഈ ഒരു വീക്കിലേക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തന്നെ ഇന്നലെ ഞാൻ സ്ട്രാങ്കിൾ എന്ന രീതിയിൽ കുറച്ച് പൊസിഷൻസ്, അതായത് 47 ബിലോ ആയിട്ട് കുറച്ച് പുട്ട് ഓപ്ഷൻ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. 49 ഏകദേശം ഇതിൻ്റെ എബോ ആയിട്ട് 49,000 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ എബോ ആയിട്ട് കുറച്ച് കോൾ ഓപ്ഷനും ഞാൻ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ പൊസിഷൻസ് ഇവിടെ കാണാൻ പറ്റും. കറൻ്റ്ലി ആ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞ ശേഷം 1 lakh സംതിങ് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഈ റേഞ്ചിൽ ക്ലോസ് ആകുന്ന ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇന്ന് മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു. ഒരു 48,000 ബിലോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 1,000 റുപ്പീസിൻ്റെ ഒരു സ്ട്രോങ്ങർ റാലിയാണ് നടന്നിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് എൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് റീച്ച് ആവാറായിട്ടുണ്ട്. സോ അപ്പോൾ ഇനി ഇതിലേക്ക് മിക്കവാറും ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് കടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ട്രേഡ് മിക്കവാറും ലോസിലേക്ക് പോകും. എൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്, ഒരു 49,300 ഈ റേഞ്ചിലാണ് എൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സെൻസിബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീക്കിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അനലൈസിൽ പോയിട്ട് ഈ വീക്കിലെടുത്ത ട്രേഡ്സിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിലൂടെ വിസിബിൾ ആണ്. നമുക്ക് ഏകദേശം എൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത് 49,276 ആണ്. അപ്പ് സൈഡിലേക്ക് ഏകദേശം ബ്രേക്ക് ഈവൻ പോയിന്റ് ഒരു 500 പോയിന്റ് ഒക്കെ ബ്രേക്ക് ഈവൻ വരുന്നുള്ളൂ. ഡൗൺ സൈഡിലേക്ക് ഏകദേശം ഒരു 1,500 പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഡൗൺ സൈഡ് സേഫ് ആണ്. പക്ഷേ അപ്പ് സൈഡിലേക്ക് കുറച്ചുകൂടെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ വൈഡർ ആക്കേണ്ടി വരും. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രൈസ് 47,800 എത്തി, ഒരു 300 പോയിന്റ് ഒക്കെ ബ്രേക്ക് ഈവൻ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുതിയതായിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ടിലുള്ള കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹയർ അടുത്തുള്ള ഒരു പുട്ട് സ്പ്രെഡോ അല്ലെങ്കിൽ പുതിയതായിട്ട് പുട്ട് ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു വലിയ ലോസ് ഇല്ലെങ്കിലും ഒരു മിനിമം ലോസിലേക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. എന്തായാലും മാർക്കറ്റ് ഒരു 1 വീക്സ് എന്തായാലും ഇനി ബാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു 49,500 ബിലോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീക്കിൽ അനാലിസിസ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ഞാൻ കുറച്ച് ട്രേഡ് എടുത്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺസോൾ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിലെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ P&L എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റ് വീക്കിലെ പ്രോഫിറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്തിട്ട് ഈ ഒരു 16/22 ആണ് ഈ ഒരു ഡേറ്റ് വരുന്നത്. ഇപ്പോൾ അപ്ഡേഷൻ കൊടുത്ത ഏകദേശം 2.5 ലക്ഷം 2.5 lakhs റുപ്പീസാണ് ലാസ്റ്റ് വീക്കിൽ എടുത്തിട്ട്, അതേപോലെ ലാസ്റ്റ് വീക്കിൽ എടുത്ത പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വീക്കും ഈ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ച് തന്നെ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് കഴിഞ്ഞ വീക്കിലും ഞാൻ ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേഞ്ച് 47,000 49,000 എടുത്ത റേഞ്ച് ഉണ്ടായിരുന്നത്. അത് ഈ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കതൊരു മാക്സിമം പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഒരു വീക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല മാർക്കറ്റ് പോകുന്നത്. ഏകദേശം ഇന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ ഏകദേശം 1000 പോയിന്റിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ട് ഇനി ഒരു 4-5 ദിവസം ഇനിയും എക്സ്പയറിക്ക് ബാക്കി ഉണ്ടായതുകൊണ്ട് മേ ബി ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പുതിയ ട്രേഡ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീക്കിലെടുത്ത പൊസിഷൻസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീക്കിന്റെ പ്രോഫിറ്റ് ലോസും എത്ര ആയിരിക്കും അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഞാൻ അടുത്ത വീക്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് വരുന്ന വീക്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.